കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ 13 ഡിസംബർ 2024 ഉച്ചവരെ എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസമായിരുന്നു. അല്പസമയം ദിവസത്തിലിരുന്ന് വചനം ധ്യാനിപ്പാനിടയായി. എൻ്റെ ഹൃദയത്തിലൊരു വിഷയം കയറി വന്നു. അത് ദൈവമക്കളോടൊന്ന് പറയണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു സന്ദേശം നിങ്ങളെ കേൾപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നൊരു കൺസെപ്റ്റിലേക്ക് വരണം. അതാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ളത്. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്നുള്ളത് ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളതായിരിക്കണം. ഇന്നത് കാണുന്നില്ല. ഇന്നത്തെ പ്രസംഗങ്ങളും ഇന്നത്തെ പഠിപ്പിക്കലുകളും ഇന്നത്തെ പ്രബോധനങ്ങളും ബഹുഭൂരിപക്ഷം സ്വർഗരാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്നതാണ് എന്ന് എനിക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞു. കേരളക്കരയിൽ ദൈവഭക്തന്മാരുടെ ഒരു നാടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 28 സംസ്ഥാനങ്ങളിലുള്ളതിൽ കേരളത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ നാടെന്നാണ്. ആ പേരൊക്കെ എന്നോ മാറ്റപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം. എങ്കിലും പൊതുവെ പറഞ്ഞു പോലെ ദൈവത്തിൻ്റെ നാട്. എപ്പോഴും ചിന്തിക്കുന്നതിൻ്റെ, അങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കും. അതിന് ചിലർ പറയുന്നത് ചില അഭിപ്രായങ്ങളാണ്. അതിനോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം ഇസ്രായേൽ മക്കളെ, ചിതറിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ ഈ കേരളക്കരയിൽ വന്നപ്പോൾ അവരെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിനാസ്പദമായ വചനം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഇസ്രായേൽ മക്കൾക്ക് നമ്മൾ ഇടം കൊടുത്തു, അവരെ ബഹുമാനിച്ചു. അവർക്കൂടെ വ്യവസായം ചെയ്യാനും അവർക്കൂടെ വളരാനും അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും സ്വതന്ത്രമായി അവർക്ക് ഗ്രഹിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ആയിരിക്കാം. 2, ഭക്തന്മാരായ ഒരു കൂട്ടം പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും എടുത്തു പഠിച്ചാൽ കേരളക്കരയിൽ ഒരു കൂട്ടം ഭക്തന്മാരായ പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ നിരന്തരമായ ദൈവവചന പഠനങ്ങളും അവരുടെ പഠിപ്പിക്കലുകളും എനിക്കും ലഭിക്കാനിടയായി എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മാനുഷിക രീതിയിൽ അവരൊക്കെ ബലഹീനരായിരുന്നെങ്കിലും അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നതിൽ വളരെ ഉത്സാഹമുള്ളവരായിരുന്നു. ദൈവം അവരെ ആക്കി വെച്ചിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമോല്, പാസ്റ്റർ CC ജോർജ്, പാസ്റ്റർ ഫിലിപ്പ പച്ചന്, പാസ്റ്റർ K എബ്രഹാം, അതുപോലെ ഒത്തിരി പേരുണ്ട്. എനിക്കറിയാൻ പാടില്ലാത്തതായ ഒത്തിരി കർത്താവിന്റെ ദാസന്മാരൊക്കെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ കൂലങ്കുഷമായി പഠിച്ചപ്പോൾ അവരൊക്കെ മാനുഷിക നിലയിൽ ബലഹീന മനുഷ്യരായിരുന്നു. അതിപ്പോൾ നാം തമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മെ ശുദ്ധിപ്പാനെ കൂടെ വിശ്വസ്തനും നീതിമാനുമാകും. ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നമുക്ക് നടന്നിരിക്കുന്നത്. ജഡത്തിൽ പാപവും തെറ്റുകുറ്റങ്ങളും എല്ലാവരിലും ഉണ്ട്. എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ദൈവകൽപ്പന ലംഘിക്കുന്നതൊന്നും കാണാൻ പാടില്ല. ഇന്ന് അങ്ങനെയല്ല. ദൈവവചനം പറയുന്ന സത്യങ്ങളെ കാറ്റിൽ പറത്തി ദൈവകൽപ്പന ലംഘിക്കുന്നത് ഒരു ഹരമായി മാറിയിരിക്കുക ഇന്നത്തെ വലിയൊരു കൂട്ടം ഭക്തന്മാർ. നമ്മുടെ കേരളക്കരയിൽ
പണ്ടൊക്കെ ഖണ്ഡന പ്രസംഗങ്ങളുണ്ടായിരുന്നു, നിർമ്മലമായ ദൈവവചനം പ്രസംഗിക്കുന്നവരുണ്ടായിരുന്നു, അപ്പം തന്നെ ദുരുപദേശം പ്രസംഗിക്കുന്നവരുണ്ടായിരുന്നു, അതിനെ ഖണ്ഡിച്ച് പ്രസംഗിക്കുന്ന ഖണ്ഡന പ്രസംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ദൈവവചനം പഠിക്കാനൊരു അവസരമൊക്കെ പണ്ടുള്ള കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറ്റപ്പെട്ട് ഇന്ന് ദൈവവചനം ഒരു കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുക. വചനം പ്രസംഗിച്ച് ലാഭം കൊയ്യുക. ഈ വചനം പ്രസംഗിച്ച് ലാഭം കൊയ്യുക എന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവവചനമായ വിരുദ്ധമായ കാര്യങ്ങൾ പ്രസ്താവിച്ച് വചനത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടിയേർത്ത് മറിച്ച് കളഞ്ഞ് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ജനത്തെ ആത്മീയമായി പുറകോട്ട് ഓടിക്കുന്ന ഒരു സമൂഹമായി ക്രിസ്ത്യാനി മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. ക്രിസ്ത്യാനി എന്ന പേരിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണല്ലോ. അത് ഇന്ന് വളരെ കുറഞ്ഞു പോയൊരു കാലഘട്ടം. ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ബെരോവേല വിശ്വാസികളെപ്പോലെ ദൈവവചനം പഠിക്കുകയും ദൈവവചനം ഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ജനം വളരെ പുറകോട്ട് പോയി. അതുകൊണ്ട് സംഭവിച്ച ദുരന്തമാണെന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. മനുഷ്യൻ്റെ പഠിപ്പിക്കലുകളും മനുഷ്യൻ്റെ പ്രബോധനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് ഏറെ അകന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽക്കാൻ ശ്രമിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതിനുള്ള വരരുത്. നീ നിന്നെ സൂക്ഷിക്കുക, അതിന് ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പം നിനക്കും നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും രക്ഷ എങ്ങനെയാണ്? നിന്നെ സൂക്ഷിക്കണം, ഉപദേശത്തെ സൂക്ഷിക്കണം. സത്യവചനം, പഥ്യവചനം, പഥ്യോപദേശം, ദൈവസഭയുടെ ഉപദേശം സഭകളെ പഠിപ്പിക്കുന്നില്ല, സഭകളിൽ പ്രസംഗിക്കുന്നില്ല എന്നൊരു വലിയ പരാതി വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രബോധനത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസികൾക്ക് നമ്മുടെ അറിവും കഴിവും പ്രാപ്തിയും ഒന്നുമല്ല വേണ്ടത്. അവർക്ക് ദൈവത്തിൻ്റെ വചനമാണ്, നിർമ്മലമായ ദൈവവചനമാണ് അവർക്ക് വേണ്ടത്. വചനത്തെക്കുറിച്ച് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മുറിച്ചേറിയത് പ്രാണനെയും ആത്മാവിനെയും സന്ധ്യബന്ധികളെയും വേർതിരിക്കുന്ന തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ വചന കേൾവിയിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാകണം, ഒരു മാനസാന്തരം ഉണ്ടാകണം, ഒരു പരിച്ഛേദന ഉണ്ടാകണം. സ്തേഫാനോസ് പ്രസംഗിച്ച വചനം അന്നുള്ള യഹൂദന്മാർക്ക് എന്ത് പറ്റി? അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട്. വളരെ ആ സ്തേഫാനോസിന്റെ പ്രസംഗത്തിലെ ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ശരണപ്പെടുകയാണ്. സ്തേഫാനോസിന്റെ പ്രസംഗം പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായമാണല്ലോ. അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ, ചുരുക്കി പറഞ്ഞ പിതാക്കന്മാരുടെ കാര്യങ്ങളും ഇസ്രായേൽ മക്കളുടെ നടത്തിയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വന്ന് അവസാനം 51-ാം വാക്യത്തിലേക്ക് വന്നേക്കുമ്പോൾ 7-ന്റെ 51 ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ. അപ്പോൾ സ്തേഫാനോസ് പ്രസംഗിച്ച പ്രസംഗം കേൾക്കാൻ എന്ത് വേണം? ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന വേണം. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ഒരുക്കപ്പെട്ട നിലമോ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയോ വിശ്വാസികൾക്കില്ലാതെ പോകുന്നു. അതാണ് ഈ പറയുന്ന വചനങ്ങളൊന്നും അവർക്ക് ഉപകാരമായി ഭവിക്കാത്തത്. എബ്രായർ 4-ൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല, അത് വിശ്വാസമായി പരിണമിച്ചില്ല. നോക്കുക, ഇപ്പം ഞാനിവിടെ കിടന്ന് എത്ര പ്രസംഗിച്ചാലും യഥാർത്ഥ ദൈവവചനം എത്ര നമ്മൾ കേട്ടാലും നമ്മുടെ പരിച്ഛേദനയുള്ള ഹൃദയത്തിൽ പരിച്ഛേദനയുള്ള ചെവിയോടുകൂടി ഒരുക്കപ്പെട്ട നിലം പോലെ അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് കഥ കേട്ടതുപോലെയുള്ളൂ. അതുകൊണ്ട് എൻ്റെ മാന്യ സഹോദരി സഹോദരന്മാരെ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുക. വളരെ അടുത്തുപോയി.
ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാലം പോലെ അല്ല ഇത്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളുടെ പ്രാവചനിക നിവൃത്തികൾ എൻ്റെയും നിങ്ങളുടെയും കൺമുൻപിൽ പത്രദ്വാരയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തികൾ. കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞ വചനങ്ങൾ അക്ഷരം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് വന്ന് കുറേ പാസ്റ്റർമാരെന്ന് പറയുന്നവർ, പാസ്റ്റർമാരെന്നൊന്നും അവരെ പറയാൻ പാടില്ല, തെറ്റാണ്, പാപമാണ്. അവർ പ്രസംഗിച്ചതും അവർ വിളമ്പിയതുമായ സന്ദേശങ്ങൾ ആർക്കും ഒരു ഗുണമില്ലാത്തവരായിരുന്നു. ഗുണമില്ലാത്തതാ. അവരും ഗുണമില്ലാത്തവരാ. ദൈവസഭയ്ക്ക് ഒരു ഗുണമില്ലാത്തവരാണ് അവർ. ഞാനത് മനസ്സിലാക്കി. എന്തുകൊണ്ട് ഞാൻ അവരെ പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ആത്മീയ കോളത്തിൽ ദൈവമക്കളുടെ ഇടയിൽ വളരെ വിവാദമായ വിഷയങ്ങളെടുത്ത് ജനത്തെ ആത്മീയമായി തകർത്ത് തരിപ്പണമാക്കുന്ന നിലയിലാണ് അവരുടെ ഇടപെടലുകൾ. അവരുടെ വചന പ്രഘോഷണം എന്നുള്ള നിലയിലുള്ള വ്യാജ പ്രവർത്തനങ്ങൾ. പത്രോസിന്റെ 2 ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ കള്ളപ്രവാചകന്മാരും ദുർവ്യഷ്ടന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. നോക്കി, എത്ര കൃത്യമായിട്ട് അവർ പറഞ്ഞു വെച്ചിരിക്കുക. നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. നമ്മൾ ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര പ്രശ്നത്തിലായിരിക്കുന്നത്. കള്ളപ്രവാചകന്മാരും ദുർവ്യഷ്ടന്മാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ തുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ഇനി അവർക്ക് വരുന്ന ശിക്ഷാവിധികളും അവർക്ക് വരുന്ന എല്ലാവിധ അവസ്ഥകളും 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിച്ചു പഠിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. അവസാനം അവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പട്ടിയെ പോലെ പന്നിയെ പോലെ എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. ഇതാണ് ഇന്നത്തെ ഈ ജഡീകന്മാരായ ആത്മീകരെന്ന് മുഖം മൂടിയിട്ടുകൊണ്ട് നടക്കുന്ന കള്ളപ്രവാചകന്മാർക്കും ദുരുപദേഷ്ടന്മാർക്കും ദ്രവ്യാഗ്രഹികൾക്കും സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ മാന്യ ശ്രോതാക്കൾ, കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവമക്കൾ, ഇതൊന്നും മനസ്സിലാക്കണം. ഞാനിത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഞാൻ വചനത്തിലൂടെയാണ് അതിനെ പഠിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട് അവർ പറയാനിടയായി? വചനത്തിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നോ? അവരിങ്ങനെ പറയുമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ടോ? അന്ത്യകാലത്ത് ഇങ്ങനെയുള്ളവർ എഴുന്നേറ്റ് വരും. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാർ ചോദിച്ചു, ലോകാവസാനത്തിലും നിന്റെ വരവിന് അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഇവർ വിചാരിച്ചെന്തോ മഹാസംഭവമൊക്കെ പറയാൻ പോവാന്ന്. ആദ്യം കർത്താവ് പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കും. അപ്പൊ തെറ്റിക്കുന്നവർ എഴുന്നേറ്റ് വരും. കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ഏറ്റവും വലിയൊരു അടയാളം വചനത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടന്മാരും എഴുന്നേറ്റ് വരും. അതാണ് കോട്ടയത്ത് കണ്ടത്, അതാണ് തിരുവല്ലയിൽ കണ്ടത്, അതാണ് ബാംഗ്ലൂരിൽ കണ്ടത്, അമേരിക്കയിലും കണ്ടും
10, 15, 20 വർഷം കൂടുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പെന്തക്കോസ്ത് എല്ലാം കൂടി ചേർന്ന് വലിയ മീറ്റിംഗ് നടത്തും. അവിടെ ഊതി വീഴ്ത്തലും ഉന്തി വീഴ്ത്തലും കൊരയും ചിരിയും ചർദ്ദലും ഒക്കെ നടക്കാനിടയിൽ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ. കുറച്ച് ഭക്തന്മാർ പോയി ദൈവവചനം പറയും, അവസാനം ഈ പുട്ടിന് പീരിടുന്ന പോലെ ഇട്ടിട്ടിട്ട് അവസാനം എന്ത് ചെയ്യും? ഉള്ള ദുരുപദേശം വിളമ്പുന്നവർ വന്ന് അത് കുത്തിക്കലക്കി നശിപ്പിച്ചും കളയും. ഇത് അന്ത്യകാല ലക്ഷണമാണ്. ഇത് തെറ്റിച്ച് കളയുന്ന കാലഘട്ടമാണ്. തെറ്റിപ്പോകാൻ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകും. അപ്പോൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയും അറിയേണ്ട പോലെ അറിഞ്ഞാൽ തെറ്റിപ്പോകത്തില്ല. ഇത്രയുള്ളൂ കുഴപ്പം. സത്യവേദ പുസ്തകം വായിച്ചു പഠിക്കേ. കർത്താവും അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ വിശുദ്ധ പ്രവാചകന്മാരും ഈ 3 ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കേ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ ഇതൊക്കെ എപ്പോഴും പറയുന്ന വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങൾ. അതാണ് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകം. നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന. അപ്പൊ ഇത് 3 നമ്മൾ പഠിക്കണം. കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതും കൂലങ്കുഷമായി ദൈവസ്ഥയിൽ നിന്ന് വായിച്ചു പഠിക്കുമ്പോൾ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതേ ഉള്ളൂ. അവരുടെ ഇടയിൽ കുറെ സാധുക്കൾ കിടന്ന് പത്യോപദേശം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽപ്പെട്ട ഒരു സാധുവാണ് ഞാനങ്ങ് പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്തി മുഖോരവ് നിർത്തി ഞാൻ എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 19, 20, 21 വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ പഠിക്കുന്നു, വായിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. കർത്താവ് ഈ വചനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനത്തെ വാഴ്ത്തി നുറുക്കി അടിയനും ഇത് കേൾക്കുന്ന ജനത്തിനും ഒരാത്മീക ഭക്ഷണമായി നൽകണമേ. നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടവ്യാപാരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ദൂരീകരിക്കുന്നു, ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, പ്രാർത്ഥന കേൾക്കണം. ആമേൻ, 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 ആമേൻ. കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനിലായിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എന്നാണ് മത്തായി 5, 6, 7 എന്ന വേദ പുസ്തകത്തിൽ മത്തായിയുടെ 5, 6, 7 എന്ന അധ്യായങ്ങൾ ഗിരിപ്രഭാഷണമായിട്ടാണ് നിലകൊള്ളുന്നത്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രാസംഗികന്മാർ ഈ ലോകത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. ചപ്പും ചവറും പറയുന്നവര്, ലോകത്തിലെ കുറെ തത്വജ്ഞാനങ്ങൾ പറയുന്നവര്, മനുഷ്യന് വേണ്ടാത്ത യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ഈ വിത്തുവിതയുടെ ഉപമ പഠിക്കുമ്പോൾ ഒത്തിരി പേര് വന്ന് വിത്ത് വിതച്ചു. ആ 15-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അത് മനോഹരമായ നിലയിൽ പറയുന്നത് നല്ല ഒരു സബ്ജക്റ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ചിന്ത. സ്തോത്രം. 13-ാം അധ്യായത്തിൽ 36 മുതൽ. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ ചെന്ന് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്നപേക്ഷിച്ചു. അതിൽ അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. അത് വിതച്ചത് ശത്രുവാകുന്നു. കൊയ്ത്ത് ലോകാവസാനം. കൊയ്തവർ ദുഷ്ടന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ കൊയ്യുന്നവർ ദുഷ്ടന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളിട്ടുകളെയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കരച്ചിലും പല്ലുകടിയും എവിടെയാണെന്ന് നമുക്കറിയാം. നരകത്തിലാണ് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ ഈ ലോകത്തെ വലിയൊരു നിലമായിട്ട് കർത്താവ് പഠിപ്പിക്കുക. ഹല്ലേലൂയ. വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്നപേക്ഷിച്ചപ്പോൾ വിത്ത് വിതയ്ക്കാനായിട്ട് അനേകർ വന്നു. ഇവിടെ സോക്രട്ടീസ്, അരിസ്റ്റോട്ടില്, ലെനിന്,
പിന്നെ ഡാർവിന്, അങ്ങനെ ഒത്തിരി നിരീശ്വരവാദങ്ങളും തത്വജ്ഞാനങ്ങളും ഒത്തിരി നല്ല നല്ല ആശയങ്ങളും, നല്ല നല്ല ആശയം എന്ന് പറഞ്ഞാൽ ചില മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. എന്നാൽ അതിനിടയിൽ കർത്താവും ചില വിത്തുകൾ വിതച്ചു. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. ഹല്ലേലൂയ. അത് വിതച്ചത് മനുഷ്യപുത്രൻ. ഹല്ലേലൂയ. കള ദുഷ്ടന്റെ പുത്രന്മാർ. കള വിതച്ചത് പിശാചാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് വിതച്ചത് പിശാജ്. അപ്പോൾ നല്ല വിത്തും ആകാത്ത വിത്തും ഈ ലോകത്തിൽ വിതയ്ക്കപ്പെട്ടു. ഈ ലോകമാകുന്ന വലിയ വയലിൽ വിതയ്ക്കപ്പെട്ടു. ഓരോ മഹാന്മാരെഴുന്നേറ്റ് ഓരോ ആദർശങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തു. അതാണ് വിതയ്ക്കപ്പെട്ടെന്ന് പറയുന്നത്. അതിനിടയിൽ കർത്താവ് ഒന്ന് വിതച്ചു. അത് നല്ല വിത്തായിരുന്നു. ഹല്ലേലൂയ. ഈ നല്ല വിത്ത് എന്ത് ചെയ്തു? സ്തോത്രം. മനുഷ്യ ഹൃദയങ്ങളിൽ വീണ് ഫലം പുറപ്പെടുവിക്കാനിടയായി തീർന്നു. സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധിക്കണേ. നല്ല വിത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ വിതച്ചത് കർത്താവാണ്. ഈ ലോകത്തിൽ വന്ന് ഏറ്റവും നല്ല അത്യുൽപാദന ശേഷിയുള്ള സ്വർഗീയമായ വിത്ത് വിതച്ചത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. തൻ്റെ വചനങ്ങളാണ്. ഞാൻ ഇവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വിത്ത് വിതച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. അത് പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരുടെ ഉള്ളിൽ വീണ് ഫലം പുറപ്പെടുവിച്ചു. അവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി അവരത് വിതച്ചു. അങ്ങനെ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ലോകത്തിലുണ്ടായി. അങ്ങനെ ഉണ്ടായി വന്ന ആ വിത്തുകൾ നല്ല ഫലം പുറപ്പെടുവിക്കുകയും കാലക്രമേണ അതെല്ലാം ആകാത്ത ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഇതിനിടയിൽ വന്ന് ദുഷ്ടൻ വിതച്ചു. ഈ ദുഷ്ടൻ വിതച്ച വിത്തുകൾ അതിൻ്റെതായ ഫലങ്ങൾ അതും പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. മനുഷ്യനെ ആത്മീയമായി അധപ്പതനത്തിലേക്കും പരസ്പരം വെട്ടിവീഴ്ത്തുന്ന കൊന്നുതള്ളുന്ന അവസ്ഥയിലേക്കുള്ള ആദർശങ്ങൾ വിതച്ച പിശാചിൻ്റെ വിത്തുകളും ഈ ലോകത്തിൽ വീഴാനിടയായി. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ചില മതങ്ങളും ചില പ്രസ്ഥാനങ്ങളും ഒക്കെ, കമ്മ്യൂണിസവും ഇസ്ലാം മതങ്ങളൊക്കെ ഈ ലോകത്ത് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഏറ്റവും ദുഃഖകരവും ഏറ്റവും വേദനാജനകവും ഏറ്റവും സങ്കടകരമായ അവസ്ഥകളാണ് അവരിൽ നിന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ ഉറങ്ങിയ സമയത്ത് ഹല്ലേലൂയ ശത്രു വന്ന് കള വിതച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതാണ് ഇവിടുത്തെ വിഷയം. ദൈവമക്കൾ, ദൈവദാസന്മാർ ആത്മീയമായി ഉറക്കം സംഭവിച്ചാൽ, ഇപ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഞാൻ പഠിച്ചു വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിലൊരു പ്രസ്താവന എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? നീ ദേശത്തിന്റെ കാവൽക്കാരനാക്കി ഞാൻ നിന്നെ വെച്ചിരിക്കുന്നു. കാവൽക്കാരന്റെ ഉത്തരവാദിത്വം എന്താ? ഉറങ്ങാതെ ഇരുന്ന് ദേശത്തെ സൂക്ഷിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കളും ദൈവദാസന്മാരും ദേശത്തിന്റെ കാവൽക്കാരാ. ഞങ്ങളുടെ ഈ കൊച്ചി പട്ടണത്തെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പട്ടണത്തെ രക്ഷിക്കണം, ഞങ്ങളുടെ പട്ടണത്തെ സംരക്ഷിക്കണം. ഞങ്ങളുടെ ദേശത്ത് ഈ ശത്രു വന്ന് വിതയ്ക്കാൻ ദൈവം അനുവാദം കൊടുക്കല്ലേ. ഇത് ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ഇത് വീഴരുത്. ഇത് ആത്മീയ ശിശുക്കളുടെ ഇടയിൽ ഈ അശുദ്ധമായ വിത്തുകൾ വന്ന് വീഴും. വളർച്ച പ്രാപിക്കാത്തവന്, ആത്മീയ വളർച്ച പ്രാപിക്കാതെ, ആത്മീക വർധനവ് പ്രാപിക്കാതെ, ആത്മനിറവ് പ്രാപിക്കാത്ത വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ മറ്റുള്ളവർ പറയുന്നത് വീണ് വന്ന് പതിക്കാനിടയായിത്തീരും. അതുകൊണ്ട് വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെട്ട് ആത്മീയ വളർച്ച, ആത്മീയ വർധനം, ആത്മീയ നിറവിലേക്ക് അവർ വന്നുകൊണ്ടിരുന്നില്ലെങ്കിൽ പിശാചിൻ്റെ സ്തോത്രം
പ്രലോഭനങ്ങളിൽ അവർ അകപ്പെട്ടു പോകും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ദേശത്തിൻ്റെ കാവൽക്കാരാണ്. നമ്മൾ സഭകൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയേണ്ടവരാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരയുവിൻ. നമ്മുടെ തലമുറകളെ ഓർത്ത് കരയണം. പാസ്റ്റർമാരും വിശ്വാസികളും ദൈവമക്കളും നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെ ഓർത്ത് കരയണം. കഴിഞ്ഞ 3-4 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു എൻ്റെ വാട്സപ്പിൽ ഒരു സന്ദേശം വന്നത്. ഒരു 8 വയസ്സോ 9 വയസ്സോ 10, 12 അത്രയാണെന്നറിയില്ല, ഓർക്കുന്നില്ല. എന്നാലും 8-നും 10, 12-നും ഇടയിലുള്ളൊരു പ്രായമുള്ളൊരു കുഞ്ഞാ. മൊബൈൽ ഗെയിം കളിക്കാനുള്ളൊരു അവസരം കൊടുത്തില്ലയോ, ഫോൺ കൊടുത്തില്ലയോ എന്ന് പറഞ്ഞ് കൊച്ച് പിച്ചാത്തി എടുത്ത് അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ വെട്ടി. ആ പോറൽ ചിത്രസഹിതം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ അയച്ചു തരാം. എനിക്ക് അയക്കാനൊരു മടി. ആ കണ്ടിട്ട് ഞാൻ പേടിച്ചരണ്ടിരിക്കുക. അത്രത്തോളം വഷളായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു, നിങ്ങളെ ചൊല്ലി, നിങ്ങളുടെ മക്കളെ ചൊല്ലിയും കരയാൻ പറഞ്ഞു. എന്നെ ചൊല്ലി കരയണ്ട. ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേരത് ചെയ്യുന്നുണ്ട്? ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പോ ഈ ലോകമാകുന്ന വയലിൽ ദുഷ്ടനായ സാത്താനും കർത്താവും വന്നു വിതച്ചു. അത് കർത്താവ് വിതച്ച വചനങ്ങൾ ഫലം പുറപ്പെടുവിച്ച് ലോകത്തിൻ്റെ 5 വൻകരകളിലും ദൈവമക്കളുണ്ടായി. ആ ഉണ്ടായ ദൈവമക്കൾ ശരിയായ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലും പഥ്യവചനത്തിലും പഥ്യോപദേശത്തിലും അവരെ വളർത്തിയെടുക്കുന്നതിൽ കാവൽക്കാരായ ദൈവഭൃത്യന്മാർ പരാജയപ്പെട്ടു പോയി എന്നാണ് എൻ്റെ ഉള്ളിൽ പറയാൻ എനിക്ക് പ്രേരണ കിട്ടുന്നത്. ഒരു പാസ്റ്ററിൻ്റെ ഉത്തരവാദിത്യം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തോടെ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതാ ശുശ്രൂഷ. ദൈവവചനത്തിൻ്റെ ഉപദേശ സത്യങ്ങളിൽ ദൈവമക്കളെ വളർത്തിയെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന മഹനീയമായ ശുശ്രൂഷയാണ് ഒരു ശുശ്രൂഷകനുള്ളതെന്ന് ദൈവവചനം ശക്തമായി പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ ശക്തമായി പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ വിശുദ്ധ പ്രവാചകന്മാരും അത് പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് യിരെമ്യാവ് പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്രവാചകനെ യിരെമ്യാവ് പറയുന്നത്, ചിലർ ലഘുചികിത്സ ചെയ്യുക. ഹല്ലേലൂയ. ഞാനത് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. യിരെമ്യാവ് പറയുകയാണ്, ലഘുചികിത്സ നടന്നുകൊണ്ടിരിക്കുക. ശരിയായ വചനം പ്രസംഗിച്ച് നടത്തേണ്ടതിന് പകരം ലഘുചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. പരിണതപോലെ വിശ്വാസി എന്തായി? 5-ാം അധ്യായത്തിൻ്റെ 30-31 വായിക്കുന്നു. വിസ്മയവും ഭയങ്കരവുമായ ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ചേർന്ന് ഒന്നായി അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിന് അത് ഇഷ്ടമാകുന്നു. ഒടുക്കം ഞങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. 6-ാം അധ്യായം യിരെമ്യാവ് 6-13-14. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. മറ്റു പല ഭാഗങ്ങളിലും അത് കാണാൻ കഴിയും. ലഘു ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. ഷോർട്ട് ട്രീറ്റ്മെന്റ്. ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വയറിൽ ചെന്നാൽ ചുക്ക് കാപ്പി കുടിച്ചാൽ നടക്കുമോ? ഒരു ഓപ്പറേഷൻ ചെയ്യണം, മേജർ ഓപ്പറേഷൻ ചെയ്തെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുപോലെ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ പനിക്ക് കൊടുക്കേണ്ട ഗുളികയല്ല കൊടുക്കേണ്ടത്. ആ രോഗത്തെ നല്ല വിദഗ്ധന്മാരായ ഡോക്ടർമാർ, അതിന്ന് ഡോക്ടർമാർ കുറവാണ്, എല്ലാം വ്യാജ ഡിഗ്രി എടുത്ത് ചികിത്സ നടത്തുന്നവരാ. എത്രയോ ഹോസ്പിറ്റലുകളെ കുറിച്ചും വലിയ 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 പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ധനസമ്പാദനത്തിന് വേണ്ടിയുള്ളൊരു മാർഗമായി അത് സ്വത്രം തീർത്തിരിക്കുകയാണ്. അതുപോലെ ദൈവസഭകൾ ഭരിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവർ ധനസമ്പാദനം നടത്തിക്കൊണ്ടിരിക്കുക.
ഏത് മതങ്ങളിലായിക്കൊള്ളട്ടെ, ഹിന്ദു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, സ്തോത്രം, ക്രിസ്തീയ മതമാകട്ടെ, ഇനി നമ്മുടെ ക്രിസ്തീയ മാർഗമാകട്ടെ, ധനസമ്പാദനമായി മാറിയത് സഹോദരങ്ങളെ. ഇത് അന്ത്യകാല ലക്ഷണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ പ്രവാചകൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്, കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. ഹല്ലേലൂയ. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. ഈ ഭൂമിയിൽ ഭൗതികം സ്വരൂപിച്ച് വെക്കരുത്, നിക്ഷേപം സ്വരൂപിക്കരുത്, ധനം സമ്പാദിച്ച് കൂട്ടി വെക്കരുത്. ഇന്നത്തെ ലോക മനുഷ്യനും ദൈവമക്കളെന്ന് പറയുന്ന വ്യാജന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹീനമായ പ്രവൃത്തിയാണിത്. ധനസമ്പാദനം കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഹിസ്റ്ററി ഞാൻ ബയോഡേറ്റ പഠിച്ചു നോക്കിയിട്ട് അവരിൽ ആരിലും കണ്ടില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ബയോഡേറ്റ ഞാൻ പല പ്രാവശ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഏതാ അത്? ഒന്ന് വരുന്ന ലേഖനം 4-ാം അധ്യായത്തിൻ്റെ, ഹല്ലേലൂയ, ഒത്തിരി പറയാനുണ്ടെങ്കിൽ 11, 12, 13 വാക്യത്തിൽ ഞാനത് ഒതുക്കുക. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു കൊടുപ്പാനില്ലാതെയും കൊത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. അവർ വിശന്നും ദാഹിച്ചും കുടിക്കാനില്ല ഉടുക്കാനില്ലാതെ ഒരു സാധാരണ ജീവിതം നയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പട്ടിണി കിടന്ന് ചത്തെന്നല്ല എൻ്റെ അർത്ഥം. ഉണ്മാനും ഉടുപ്പാനും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തു. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കുമെന്ന് വിചാരപ്പെടേണ്ട. ഇത് വക ജാതികൾ അന്വേഷിക്കുന്നു. ഈ വകയൊക്കെ പിതാവ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നു. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പരെന്ന് പൗലോസ് പറയുന്നു. ഇപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ അവരുടെ ധനവും അവരുടെ സമ്പാദ്യവും വളരെ പരിമിതമായിരുന്നു. അവരുടെ ആശ്രയം മുഴുവൻ കർത്താവിലായിരുന്നു. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ് ആത്മീക സമ്പത്തെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരെണ്ണി. ഇന്ന് അതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു.